നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് MP പ്രോ ടേം സ്പീക്കറാകില്ല. 8 തവണ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കൊടിക്കുന്നിൽ പ്രോ ടേം സ്പീക്കറാകും എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത്. എന്നാൽ കീഴ്വഴക്കങ്ങൾ മാറ്റിവെച്ച് 7 തവണ പാർലമെന്റ് അംഗമായ ഭർതൃഹരി മഹതാബിനെയാണ് പ്രോ ടേം സ്പീക്കറാക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൊടിക്കുന്നിലിനോട് നീതി നിഷേധം ഉണ്ടായോ എന്നാണ് ഇന്ന് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ കൊല്ലത്ത് നിന്ന് ശ്രീമതി ജയയാണ്. ശ്രീമതി ജയ എങ്ങനെ ഈ വിഷയത്തെ നോക്കിക്കാണുന്നു? ഇത് ഒരു കീഴ്വഴക്കങ്ങളുടെ ലംഘനം എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും മാനങ്ങൾ നൽകേണ്ട ഒരു വിഷയമാണോ? നമസ്കാരം സാറേ. നമസ്കാരം. സാറിനെ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. ഞാൻ കുറച്ച് ദിവസം വീട്ടിലേക്ക് ഒന്ന് പോകേണ്ടി വന്നുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഏതായാലും എന്നെ കണ്ടില്ല എന്നത് ശ്രദ്ധിച്ചത് വളരെയധികം സന്തോഷം നൽകുന്നു. ഞാൻ എന്നും ഇത് കാണാറുണ്ട് സാർ, അതുകൊണ്ടാ. അത് ശരി. അവതരണം നല്ലത് സാറിൻ്റെതാണ്, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. വളരെ നന്ദി. ഏതായാലും ഞങ്ങളുടെ സഹപ്രവർത്തകർ അത്ര മോശക്കാരല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കിരൺ ബാബുവിന് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും. പറഞ്ഞാലേ അദ്ദേഹത്തിന് സഹകരിക്കാനുള്ളൊരു മനസ്സില്ല, അതുകൊണ്ട് പറഞ്ഞതാ. അല്ല, അദ്ദേഹം സത്യസന്ധമായി പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധു മനുഷ്യനാണ്. പിന്നെ മനുഷ്യർക്കൊക്കെ സ്വാഭാവികമായി ഇടയ്ക്ക് ദേഷ്യമൊക്കെ വരുമല്ലോ. അതെ സാർ. കൊടിക്കുന്നിലിനോട് കാണിച്ചത് ഭയങ്കര നീതി നിഷേധം തന്നെയാണ്. അദ്ദേഹത്തെ പ്രോ ടേം സ്പീക്കറാക്കണം എന്നായിരുന്നു ശ്രീമതി ജയും ആഗ്രഹിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഒന്നാമത് അദ്ദേഹത്തിന് അത്ര എക്സ്പീരിയൻസ് ഉണ്ട്. രണ്ടാമത് പട്ടികജാതിയിൽ നിന്ന് വന്ന ഒരു MP ആണ്. ആ ഒരു പരിഗണന നൽകണമായിരുന്നു നമ്മുടെ രാജ്യത്ത്. അതിനുള്ളൊരു പ്രാധാന്യം ഇവർ കൊടുക്കണമായിരുന്നു. ഇവരെന്തുകൊണ്ട് ഈ ഭർതൃഹരിയെയൊക്കെ പിടിച്ച് എന്തിനു ഇങ്ങനെ ആക്കിയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സാധാരണക്കാരാണ്, നമുക്ക് മനസ്സിലാവുന്നില്ല അത് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തെന്ന്. പക്ഷെ അത് നീതി നിഷേധം തന്നെയാണ് സാർ. യെസ്, വളരെ വ്യക്തമാണ് ശ്രീമതി ജയയുടെ പ്രതികരണം. ഏതായാലും പൊതുവേദി സ്ഥിരം കാണുന്നു എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം. തുടർന്നും ശ്രീമതി ജയ പൊതുവേദിയിലേക്ക് വിളിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോ ടേം സ്പീക്കറാക്കാത്തതിലുള്ള പ്രതിഷേധം ശക്തമാകുകയാണ്. കോൺഗ്രസിൽ അതൃപ്തി പരസ്യമായി പുറത്തു വന്നിരിക്കുന്നു. ദാസൻ എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ശ്രീ ദാസൻ, ഈ തീരുമാനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർത്തും തെറ്റാണ്. കാര്യം കീഴ്വഴക്കനുസരിച്ചിട്ട് കൊടിക്കുന്നിൽ തന്നെ പ്രോ ടേം സ്പീക്കർ ആക്കണം. അത് പണ്ട് പോലെ അങ്ങനെ കീഴ്വഴക്കം. അപ്പൊ ഇതൊക്കെ അനാവശ്യ വിവാദം ഉണ്ടാക്കണം. അതുപോലെ തന്നെ മനുവിന് നല്ല രീതിയിലുള്ള ഫാൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ വരുന്നുണ്ടോ കേട്ടാ. അപ്പോ ഏതായാലും ഇത് ചെയ്ത് ശരിയായില്ല. BJP ഗവൺമെന്റ് ചെയ്തത് ഇപ്പോഴത്തെ ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കലാണ്. കാര്യം സാധാരണ നമ്മൾ ആദ്യം മുതലേ കാണുന്നത് ഈ പ്രോ ടേം സ്പീക്കർ ആവുന്നത് കൂടുതൽ കാലം സഭയിൽ അംഗമായ ആൾക്കാരാണ്. അപ്പൊ അതും പ്രകാരം കൊടിക്കുന്നിൽ സുരേഷിനെ ആക്കേണ്ടതാണ്. ഇത് ഇവരൊക്കെ ഈ ചില തോന്നിവാസങ്ങൾ ചെയ്യുക, വെറുതെ വിവാദം ഉണ്ടാക്കുക, വേറെ കാര്യമൊന്നുമില്ല. ഒരു രാഷ്ട്രീയ ധാർമ്മികത BJP കാണിക്കുന്നില്ല. അത് തെറ്റാണ്. യെസ്, വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും 2 തവണ ഇത്തരത്തിൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചു എന്ന് പറയാനെങ്കിൽ ഇതിൽ രണ്ട് തവണ ഇത്തരത്തിൽ സീനിയർ അല്ലാത്ത ആളുകൾ പ്രോ ടേം സ്പീക്കറായ സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ശിവജി എന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശിവജി തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ശിവജി എങ്ങനെ നോക്കിക്കാണുന്നു? ഇത് ഒരു പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാളോടുള്ള ഒരു നീതി നിഷേധമായി കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ടോ? എനിക്ക് ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ള മനസ്സാറിനെ അറിയിച്ചിട്ട് അതേപ്പറ്റി പറയാമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പൊ ഈ കുറച്ച് ദിവസം ഈ രാഷ്ട്രീയം മാത്രം കഴിഞ്ഞിട്ട് ഇപ്പൊ വിലക്കയറ്റം വല്ലാണ്ട്, ഞങ്ങളൊക്കെ ഇപ്പൊ ഇന്ന് ഞാൻ പച്ചക്കറി കടയിലൊന്നും പോയപ്പം ഒരു സാമ്പാറിന് 110 രൂപ മേടിച്ചു, ഒരു ചെറിയ സാമ്പാറിന്. അപ്പൊ വിലക്കയറ്റത്തെ കുറിച്ച് ഒരു പൊതുവേദിയെങ്കിലും ഒരാഴ്ചയിൽ ഉണ്ടാവുന്നു നന്നായിരിക്കുന്ന എന്റെ ഒരു അഭിപ്രായം പറയണം, വ്യക്തിപര അഭിപ്രായം പറയുന്നു. അല്ല ശ്രീ ശിവജി, ഞാൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാം. നമ്മളത് വലിയ പ്രധാന വിഷയമായി തന്നെ എടുക്കുന്നു. മീൻ വില വർദ്ധിച്ചത് നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇന്ന് 5 മണിക്ക് നമ്മുടെ കടുപ്പം കുറിച്ചുന്ന പരിപാടി ഈ വിലക്കയറ്റം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്. ഏതായാലും ശ്രീ ശിവജിയെ പോലുള്ള ആളുകൾ ഈ പൊതുവേദിയിലും ഇത്തരം വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ വിഷയം ഇതല്ലെങ്കിൽ കൂടി പ്രതിപാദിക്കുന്നത് നല്ലതാണ്. കാരണം ആളുകൾ ഇതൊക്കെ കേൾക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നന്ദി. ന്യൂസ് 18 മനസ്സാറിനും നന്ദി. അപ്പൊ ഇപ്പൊ ഈ
ഈ പറയുന്ന ഈ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഇവരുടെ അവകാശങ്ങള് അനവകാശങ്ങള് ഇതൊക്കെ എനിക്ക് തോന്നുന്നു വെറും ഒരു തർക്കത്തിന് വേണ്ടി പറയാമെന്നല്ലാതെ ഇപ്പം അതും അപ്പൊ തന്നെ പുള്ളി ഒരു പിന്നോക്കക്കാരനായതുകൊണ്ടാണ് എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഇപ്പൊ കേളു മന്ത്രിയാകുമ്പോൾ അതിലും ഇങ്ങനെയൊരു സംഭവം ഞാനിപ്പോ കേട്ടു, വ്യക്തതയില്ല എങ്കിലും പറയാണ്. അല്ല, അങ്ങനെ ഒരു വിവാദവും ഉയർന്നു വന്നു. ശ്രീ കേളു നമ്മുടെ മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ദേവസ്വം വകുപ്പും മറ്റു വകുപ്പുകളൊക്കെ എടുത്തു ദേവസ്വം കൊടുത്തില്ല എന്നുള്ളത്. അതിലിപ്പം എന്താണ് അതിലവർ ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല. കാരണം ഇതിലൊക്കെ പാർട്ടികളുടെ ഉള്ളിൽ നടക്കുന്ന കളികളായതുകൊണ്ട് അറിയത്തില്ല. പാർലമെന്റ് കാര്യവും ഇതൊക്കെ അനുകൂലിക്കുന്നവർക്ക് അതൊരു തരംതിരിവായി തോന്നാം, അല്ലാത്തവർക്ക് ചിലപ്പോൾ തോന്നിക്കോണൊന്നുമില്ല. ഈ അങ്ങനെ മനുഷ്യരല്ലേ, മനുഷ്യര് പല രീതിയിൽ ചിന്തിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. അതൊരു വിഷയമാക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. രാധാകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്? നേരത്തെ ഒക്കെ സൂചിപ്പിച്ച നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞതുപോലെ ഒന്നിലധികം ജനങ്ങളെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ നടക്കുകയാണ്. അതൊക്കെ നേരത്തെ ചില സുഹൃത്തുക്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. എന്നാലും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് കൊടിക്കുന്നിൽ നമ്മുടെ പാർലമെന്റിന്റെ മുൻകാല കീഴ്വഴക്കങ്ങൾ, പാർലമെന്റിൽ എഴുതി പിടിപ്പിച്ചിട്ടുള്ള ചട്ടങ്ങൾ, അതൊക്കെ പാലിക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന് അഭികാമ്യമാണ്. പക്ഷെ ഇവിടെ ഈ ചട്ടമൊന്നുമില്ല കേട്ടോ. ചട്ടം ഞാൻ എടുത്തു നോക്കി. ചട്ടം പറയുന്നത് അതിൽ പിന്നെ ഒരു പ്രസിഡന്റിന് ഒരാളെ അപ്പോയിന്റ് ചെയ്യാം എന്നതാണ്. അത് ആർട്ടിക്കിൾ 95(1) പറയുന്നത് when the office of the speaker is vacant due to office of the speaker is vacant, the duties of the office shall be performed by the deputy speaker, or if the office of the deputy speaker is vacant, by such member of the house of the people as the president may appoint for the function എന്നാണ്. അതായത് രാഷ്ട്രപതി ആ ഒരു കാര്യത്തിന് വേണ്ടി നിയോഗിക്കുന്ന ആൾക്ക് ആ ചുമതല ഏറ്റെടുക്കാം എന്നാണ്. പക്ഷേ നമ്മൾ നാളിതുവരെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ ഒഴികെ നാളിതുവരെ പാലിച്ചിട്ടുള്ള ഒരു ധാർമ്മിക രീതി ഏറ്റവും മുതിർന്ന, അതായത് ഏറ്റവും കൂടുതൽ ടേം അവിടെ ഇരുന്നിട്ടുള്ള അംഗത്തെ പ്രോട്ടേം സ്പീക്കറാക്കുക എന്നതാണ്. അതിനെയാണ് ഇപ്പോഴത് ഒരു ജനാധിപത്യ രീതികൾക്കെതിരെ ഉള്ളൊരു നീക്കം എന്ന തരത്തിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ കാതലായ ഒരു വിഷയം എന്ന് പറയുന്നത് ഇത് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടൈം സ്പീക്കർ ആക്കിയില്ല എന്നുള്ളതല്ല. അതിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള നേരത്തെ സുഹൃത്ത് പറഞ്ഞ കേരളത്തിൽ ദേവസ്വം ബോർഡിന്റെ വിഷയം, ഇത് നമ്മളൊരു ഒരു ജനറൽ കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ആളെ അവഗണിച്ചെന്ന് പറഞ്ഞ് ചർച്ച വരത്തില്ല. നമ്മളിപ്പോ കേരളത്തിലെ ദേവസ്വം ബോർഡ് പോലെ ഈ ജാതീയമായിട്ടുള്ള ഒരു വ്യക്തി ഇതിനകത്ത് വരുമ്പോഴാണ് മറ്റുള്ളവർക്ക് വിമർശിക്കുവാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മറ്റു നേരത്തെ ചില സുഹൃത്ത് പറഞ്ഞു നമ്മൾ കാലിക പ്രസക്തമായ കാര്യങ്ങളൂടെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുക എന്നുള്ളതുകൊണ്ട് ഞാൻ പറയാം, വിലക്കയറ്റത്തിന് നമ്മൾ പരിതപിക്കുന്നു. ഉള്ള കുന്നും മലയും എല്ലാം ഇടിച്ച് കേരളത്തിലെ മുഴുവൻ പാടങ്ങളും നികത്തി ഇനിയിപ്പോ ഒരു സാമ്പാറിന് 110 500 കൊടുത്താലും മേടിച്ച് കഴിക്കും, അല്ലാതെ ആത്മഹത്യ ചെയ്യാനൊക്കത്തില്ലല്ലോ. സ്വന്തം പറമ്പിൽ 10 സെന്റ് ഉണ്ടെങ്കിൽ 10 സെന്റിലും ടൈൽസും ഇട്ട് 10 സെന്റിലും പിന്നെ ആഡംബരവും ചെയ്ത് കാട്ടിക്കിടക്കുന്ന ചെടികളും വളർത്തി കേരളം മൊത്തം വയലും കുന്നും നികത്തി കഴിഞ്ഞാൽ സാമ്പാറിന് 200 രൂപയാകും. അത് ഏത് സർക്കാർ വന്നാലും ഇനി കൂട്ടാൻ പോകുന്നുള്ളൂ, കുറയാനൊന്നും പോകുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ നമ്മുടെ നാട്ടിലങ്ങനെ കിടക്കുകയാണ്. അപ്പൊ നാളെ ഒരു കാലിക പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം വന്ന് നമുക്ക് ഇതേപോലുള്ള ജനങ്ങളുടെ ദൈനംദിന വിഷയമായിട്ട് എടുത്ത് ചർച്ച ചെയ്യേണ്ട സമയം കഴിഞ്ഞ് വിലക്കയറ്റമായാലും സർക്കാരുകളുടെ വിഷയമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ലൊരു വിഷയത്തിലേക്ക് നാളെ നമ്മൾ സംസാരിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് നമ്മുടെ തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രദീപ് ഈ തർക്കത്തെ എങ്ങനെ കാണുന്നു? ഇതിൽ നിയമപരമായി ഒരു തെറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് നമുക്ക് അറിയുന്ന ഒരാളായത് കൊണ്ടാണോ നമുക്ക് ഈ ഒരു വിഷമം തോന്നുന്നത്, അതോ സ്വാഭാവികമായ ഒരു നടപടിക്രമം അങ്ങനെ നടന്നു പോകുന്നതിനെ അനുവദിക്കുകയാണോ വേണ്ടത്? നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ഈ ഏതൊരു വിഷയം വരുമ്പോഴും അത് ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അതിനെ മുന്നോട്ട് ഒരു പ്രശ്നമായി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരിക എന്നുള്ളത് വളരെ ഒരു പുരോഗമിത സമൂഹത്തിന് ഏറ്റവും മോശപ്പെട്ട രീതിയാണ്. എന്തിനും ഇവർക്ക് വിമർശനങ്ങൾ മാത്രമല്ലേ പറയാൻ പറ്റൂ. ഒരുപക്ഷെ അദ്ദേഹം അല്ലെങ്കിൽ അടുത്തൊരാള്, ഇദ്ദേഹം ഇത്രയോ വർഷമായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയല്ലേ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 40 വർഷമായിട്ട് എന്തോ MP ആയിരിക്കുന്ന ഒരാളാണ്. കേരള ചരിത്രത്തില് ഏറ്റവും സാമ്പത്തികമായി പിന്നോട്ട് നിന്നിട്ട് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത് സോഷ്യൽ മീഡിയയിലും പലയിടത്തും വെച്ച് മനസ്സിലാക്കുന്നിടത്തോളം കേരളത്തിലെ ഏറ്റവും അധികം സമ്പന്നനായിട്ടുള്ള ഒരു MP ആണ് അദ്ദേഹം.
പിന്നെ എനിക്ക് താങ്കളുടെ ചാനലിനോട് ഒരു അപേക്ഷയുള്ളത്, ഈ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും പുറകെ ഓടി നടന്ന് അന്വേഷിക്കാറുണ്ട്, അവരുടെ സാമ്പത്തിക അവരിത്ര കോടി ഉണ്ടാക്കിയെന്നെല്ലാം. ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരുടെയും കൂടെ സാമ്പത്തിക ശേഷി എങ്ങനെ അവർ ഇത്രയും ഉണ്ടാക്കി ഇത്ര വർഷം കൊണ്ടൊന്നും കൂടെ നമ്മളൊന്ന് അന്വേഷിക്കാതിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രമേശ് ചെന്നിത്തല, രണ്ടാമത് ഇദ്ദേഹം, ഇവരെല്ലാം സമ്പന്നന്മാരാണ്. ഇവർക്കെല്ലാം എവിടെ നിന്നാണ് ഇത്രയും സമ്പന്നത ഉണ്ടായെന്നത് ഒരു 10-40 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കൊണ്ട് കോടിക്കണക്കിന് രൂപ സ്വത്ത് ഇവർ ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്നു. എന്തായാലും അത് സത്യമായിരിക്കും, കാരണം ഇല്ല എങ്കിൽ സോഷ്യൽ മീഡിയയിൽ പറയുമ്പോൾ അവർക്കെതിരായിട്ട് അവർ ആക്ഷൻ എടുക്കേണ്ടതല്ലേ. അപ്പൊ അതിനെക്കുറിച്ച് താങ്കളുടെ ചാനൽ ഒരു അന്വേഷണം നടത്തി അത് ദയവ് ചെയ്തൊന്ന് പുറത്തു കൊണ്ടുവരണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. അല്ല, ഈ എല്ലാ പിന്നെ പാർലമെന്റ് അംഗങ്ങളും അവരുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അവരുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്താറുണ്ട്. അത് ഉണ്ട്. അതായത് ഇപ്പൊ എന്റെ 5 കോടി ഉണ്ടെന്ന് ഞാൻ ഇന്ന് പറയുന്നു. പക്ഷെ എന്റെ 15 വർഷത്തിന് മുമ്പ് 20 വർഷത്തിന് മുമ്പ് എനിക്ക് ഉണ്ടായിരുന്നത് വെറും 10 രൂപയായിരിക്കും. എന്റെ ഈ 10 രൂപയിൽ നിന്നാണ് ഞാൻ ഈ 5 കോടി രൂപ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണെന്ന് കാണിക്കണ്ടേ, അത് എങ്ങനെയാണെന്ന് അവർ വിശദീകരിക്കണ്ടേ. എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ ഒരു പത്രപ്രവർത്തകരായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു മൈക്കോട് ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ പോയി ചോദിക്കും, നിങ്ങൾ 40 വർഷത്തിന് മുമ്പ് നിങ്ങളുടെ സാമ്പത്തികം ഇത്രയായിരുന്നു, ഇന്ന് ഇത്രയുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഈ പണം ഉണ്ടാക്കിയതെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. അപ്പോ ഞാനിപ്പോ അത് താങ്കൾ സൂചിപ്പിച്ചുകൊണ്ട് അതിന്റെ കണക്കൊന്ന് എടുത്തു നോക്കിയാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ കൊടുത്തത് 1,29,00,000 രൂപയുടെ ആസ്തിയുണ്ട് എന്നതാണ്. അതിപ്പോ ഒരു എവിടെയെങ്കിലും നഗരത്തിലൊരു 10 സെന്റ് സ്ഥലമുണ്ടെങ്കിൽ ഏതാണ്ട് ആ തുകയാകും, അത്രയേ കാണിച്ചിട്ടുള്ളൂ കണക്കിൽ കേട്ടോ. അല്ലെ, ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇനിയിപ്പം മന്ത്രിയുടെ പേരിൽ തന്നെ വേണമെന്നില്ല, മന്ത്രിയുടെ മക്കളുടെ പേരോ മന്ത്രിയുടെ ഭാര്യയുടെ പേരിലോ. അപ്പൊ നമ്മൾ അതൊന്ന് അന്വേഷിക്കണം, കാരണം അത് ഒരുപാട് ഗുണം ചെയ്യും. അത് ഈ ഭരണപക്ഷത്തിന്റെ പുറകെ മാത്രം പോവാതെ, ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. അല്ല, അത് ഇതിൽ നമ്മൾ ഈ കണക്കില് അദ്ദേഹം ഭാര്യയുടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭാര്യയുടെ കയ്യിൽ 4,59,000 രൂപയാണ് ഉള്ളത്. അപ്പോൾ കണക്കുകളെല്ലാം കൃത്യമാണ്. ഒരു 10 സെന്റ് സ്ഥലം വാങ്ങിച്ചാൽ ഒരു നഗരപ്രദേശത്ത് ആകുന്ന ഒരു തുകയേ ഉള്ളൂ ഈ 1.5 കോടി എന്നും, അല്ലെങ്കിൽ ആ സ്ഥലമുണ്ടെങ്കിൽ കാണിക്കാൻ. അദ്ദേഹം ഒരു LLB-കാരനാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, പിന്നെ LLB എടുത്തിട്ടുള്ള ആളാണ്. അങ്ങനെ രാഷ്ട്രീയത്തിൽ അദ്ദേഹം MP എന്ന നിലയിൽ ശമ്പളവും കൈപ്പറ്റി കാണും. ഏതായാലും ഒരു ചെറിയ തുക അത്രേ കാണിക്കുന്നുള്ളൂ. ഏതായാലും നമുക്ക് ആ വിഷയം പിന്നീട് ഒരു ദിവസം ചർച്ച ചെയ്യാം. വളരെ നന്ദി പ്രദീപ്. ഈ വിഷയം എല്ലാവരും ഞാനും ഇനിയും ശ്രദ്ധിക്കാം. ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്, അജയ് കുമാർ. പിന്നെ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നു? ഈ നിയമം ഇവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ കീഴ്വഴക്കങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ കീഴ്വഴക്കങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നുണ്ടോ? അല്ല, കീഴ്വഴക്കങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടില്ല. കീഴ്വഴക്കങ്ങൾ ഓരോ സർക്കാരുകളും അവരവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചായിരിക്കും അവർ കീഴ്വഴക്കങ്ങളുടെ പിന്നാലെ പോകുന്നത്. ഈ രാജ്യത്തൊരു നിയമമില്ല എന്നുള്ളത് ഇദ്ദേഹം ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാനത് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളപ്പോ അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യത്തൊരു നിയമമില്ല, കീഴ്വഴക്കം ഈ സർക്കാർ പാലിച്ചിട്ടുമില്ല. കീഴ്വഴക്കം പാലിക്കാത്തതിന് ഇവിടെ വിമർശനമായിട്ട് കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്ന അദ്ദേഹം ദളിതനായതുകൊണ്ടാണ്. ഒറ്റ ഒരു അഭിപ്രായം കൂടെ പറയാം. ഇപ്പോൾ 72 അംഗ മന്ത്രിസഭയാണ് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തത്. അതില് 25 പേരാണ് ജനറൽ കാറ്റഗറി, OBC 27 പേര്, ഷെഡ്യൂൾ കാസ്റ്റ് 10, ഷെഡ്യൂൾ ട്രൈബ് 5, 2 ചീഫ് മിനിസ്റ്റർമാര് ഷെഡ്യൂൾ കാസ്റ്റും, ഒരാൾ ഷെഡ്യൂൾ ട്രൈബും, രാജ്യത്തെ പ്രസിഡന്റ് ഷെഡ്യൂൾ ട്രൈബ്. അപ്പൊ ഇത്രയൊക്കെ രീതിയിൽ കാസ്റ്റ് ബാലൻസ് ചെയ്തു പോകുന്ന ഒരു സർക്കാരിനോടാണ് കോൺഗ്രസ് പറയുന്നത് അദ്ദേഹം ദളിതനായതുകൊണ്ടാണെന്ന്. ഇതേ സംഭവം തന്നെ 2 വർഷം മുമ്പ് സുധാകരൻ KPCC പ്രസിഡന്റ് ആയ സമയത്ത് എന്നെ പരിഗണിച്ചില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് നിങ്ങളുടെ എല്ലാം അറിവിലുണ്ടല്ലോ. അദ്ദേഹം അന്ന് പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും സീനിയർ MP ആണ്, അടുത്ത പ്രാവശ്യം ഞാൻ പ്രോട്ടേം സ്പീക്കറായിട്ട് എന്നെ പരിഗണിക്കപ്പെടേണ്ട ആളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് എന്തുകൊണ്ട് ഞാനൊരു ദളിതനാണ്, എനിക്ക് എന്തുകൊണ്ട് KPCC പ്രസിഡന്റ് സ്ഥാനം തന്നില്ല എന്ന് ചോദിച്ചല്ലോ. ആദ്യം KPCCയും കോൺഗ്രസും അഖിലേന്ത്യാ കോൺഗ്രസും അതിന് മറുപടി പറയട്ടെ. സ്വന്തം പാർട്ടികൾ ദളിതനെ പരിഗണിക്കുന്നില്ല, പിന്നെയാണ് കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് ഒരു ദളിത് പരിഗണനയും കൊണ്ട് അദ്ദേഹം വരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് പരിഗണന കൊടുത്തില്ല. എന്താണ് പറയുന്നത്, ഇന്നലെ വരെയുള്ള ആ ഒരു പാരമ്പര്യം ഇല്ല എന്ന് പറയുന്നതിനോട് വേണേ വിയോജിക്കാം, സാന്ദർഭികമായിട്ട് വിയോജിക്കാം. പക്ഷെ അങ്ങനെ ഒരു നിയമമില്ല. അവിടെ ഒരു ദളിത് കാർഡ് കളിച്ചത് വളരെ മോശമായി, മ്ലേച്ഛമായി പോയി. യെസ്, വളരെ വ്യക്തമാണ്. തങ്കച്ചൻ അടിമാലിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ശ്രീ തങ്കച്ചൻ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ഈ കൊടിക്കുന്നിൽ സുരേഷിന് ഈ പദവി നൽകേണ്ടതായിരുന്നു?
തീർച്ചയായിട്ടും നൽകേണ്ടതാണ്. കാരണം നമ്മുടെ കീഴ്വഴക്കം അനുസരിച്ച് നമ്മൾ അങ്ങനെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. പിന്നെ ഈ പക്ഷേ ഇതിലൊരു ചെറിയ വേറൊരു പ്രശ്നമുള്ള ഞാൻ ഇപ്പൊ എടുത്തു നോക്കിയപ്പോൾ 2019 ഈ കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല കേട്ടോ. അവിടെ 8 തവണ MP ആയിരുന്ന മനേകാ ഗാന്ധിയെ മാറ്റി. മനേകാ ഗാന്ധിക്കല്ല അന്ന് പ്രോട്ടം സ്പീക്കറാകാൻ അവസരം നൽകിയത്, അത് വീരേന്ദ്രകുമാറിനായിരുന്നു. ഇത്തവണ വീരേന്ദ്രകുമാറും 8 തവണ ആയി. അദ്ദേഹം പക്ഷേ കേന്ദ്രമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് പ്രോട്ടം സ്പീക്കറാകാൻ പറ്റില്ല. പിന്നീട് ഇത് 2 തവണ ഇതിന് മുന്നേയും സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്കൊന്ന് ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് മുതിർന്ന ആളുകൾ മാറി നിന്നതായിരിക്കണം. 1956 സർദാർ ഹുക്കും സിംഗ് മാനദണ്ഡങ്ങൾ ഇത്തരം കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് അദ്ദേഹം പ്രോട്ടം സ്പീക്കറായി. 1977 DN തിവാരിയും പ്രോട്ടം സ്പീക്കറായപ്പോൾ അദ്ദേഹവും പാർലമെന്റിലെ മുതിർന്ന അംഗമായിരുന്നില്ല. അപ്പോൾ കീഴ്വഴക്കങ്ങൾ പലപ്പോഴും ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ ഈ നരേന്ദ്രമോദി സർക്കാരിൽ നമുക്ക് ജനാധിപത്യമായ രീതിയിൽ എന്തെങ്കിലും കാര്യം കിട്ടിയിട്ടുണ്ടോ? ഇപ്പൊ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോ അന്ന് വെറും 16 സീറ്റുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ AK ഗോപാലിനെ അന്ന് പുള്ളി വിളിച്ച് പ്രതിപക്ഷ നേതാവാക്കിയ ഒരു മര്യാദ നമ്മൾ കാണുന്നു. കാരണം ഒരു ജനാധിപത്യ രാജ്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് അദ്ദേഹം AKജിയെ അവിടെ പ്രതിപക്ഷ നേതാവാക്കി. എന്നാൽ ഈ 2 പ്രാവശ്യമായിട്ടും എന്തെങ്കിലും മര്യാദ ഈ ധാർമ്മികതയില്ല എന്നതാണ് താങ്കളുടെ ആരോപണം അല്ലേ? കാണിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ ഒറ്റ രാത്രി കൊണ്ടല്ലേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷണറെ തെരഞ്ഞെടുത്തത്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ ജനാധിപത്യത്തില് ജനങ്ങൾ. അതിന്റെ ഒരു തെളിവായിട്ടാണ് ഈ ഇന്ത്യ മുന്നണി വന്നതും പിന്നെ ചോദിക്കാനായിട്ട് രാഹുലിനും ഇന്ത്യ മുന്നണിക്കും ഒരു പ്രതിപക്ഷത്തെ ജനം കൊടുത്തത്. ഭരണപക്ഷത്ത് എത്തിയില്ലെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ് പ്രതിപക്ഷം. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഉണ്ണികൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ, 18ാം ലോക്സഭയുടെ പ്രോട്ടം സ്പീക്കറാകാൻ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഭർതൃഹരി മഹതാബിനെയാണ്. ഈ നീക്കത്തെ ശ്രീ ഉണ്ണികൃഷ്ണൻ എങ്ങനെ നോക്കിക്കാണുന്നു? സാറേ, അത് ആദ്യം തൃശ്ശൂരുള്ള ശിവജി എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞവർ വിലക്കയറ്റന്റെ തെറ്റി അടുത്ത പ്രാവശ്യം ഒരു ചർച്ച വയ്ക്കണം, സാറ് വയ്ക്കാന്ന് പറഞ്ഞു. പിന്നെ ഈ പ്രോട്ടം സ്പീക്കർ ആക്കാത്ത ഒരു വലിയ വിഷയമായിട്ട് പറയുമ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പം എത്ര ചാൻസ് ആയിട്ട് MP ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആ ഭാഗത്ത് കോൺഗ്രസിൽ വേറെയൊക്കെ ദളിതരായിട്ട് ആൾക്കാരൊക്കെ ഉണ്ട്. പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭാഗ്യം കൊണ്ട് ജയിച്ചു പോയെന്ന് പറഞ്ഞാൽ ഈ ഇടതുപക്ഷത്തിനോടുള്ള ദേശീയത്തിന്റെ ഒരു കൊടുങ്കാറ്റിന്റെ അതിലാണ് അരുൺകുമാർ തോറ്റുപോയത്. അല്ലെങ്കിൽ ഈ ചർച്ചയ്ക്ക് പോലും അവസരം വരത്തില്ലെന്ന് അദ്ദേഹം തോറ്റുപോയെന്ന്. പിന്നെ ഈ ദളിതൻ എന്നുള്ളത് കൊണ്ട് അതൊരു കൊടുക്കണം എന്നുള്ളത്, അങ്ങനെ ദളിതൻ എന്നൊക്കെ ഉള്ള അതൊക്കെ അങ്ങ് കളയേണ്ട സാറേ. കാലം കഴിഞ്ഞിട്ട് 2024 ഇപ്പം ഇത് മന്ത്രി പറയുന്ന കോളനി എന്നെ അടുത്ത് കളയണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നു. എങ്കിലും നമ്മളിപ്പോഴും പലയിടത്തും ചെല്ലുമ്പോഴും കാസ്റ്റിന്റെ അത് കാണിക്കുന്നുണ്ട്. ശരിയല്ല. എങ്കിലും ഈ തരത്തിലൊക്കെ ദളിതൻ എന്നൊക്കെ ഉള്ള വാക്ക് അദ്ദേഹം ഏറ്റവും കുറഞ്ഞ വർഷം ഈ കൊടുക്കുന്നുവെങ്കിലും ഏറ്റുപിടിച്ച് പറയണ്ടേ, അങ്ങനെ നിങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കല്ലേ, ഞാൻ ദളിതൻ എന്നുള്ള രീതിയിലുള്ള റിസർവേഷൻ വേണ്ട. അല്ല, പക്ഷെ അദ്ദേഹം അങ്ങനെയാണ് കേട്ടോ പറഞ്ഞ ആ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ ആളുകൾ ചർച്ച ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പ്രതികരണം പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. അല്ല സാറേ, ഞാൻ പറയുന്നത് രീതി ഞാനാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം പറയണം, അല്ലെങ്കിൽ അതുപോലെ വേറെ ആരെങ്കിലും ആരെങ്കിലും പറയണം. ഒരു കാര്യം ആലത്തൂരും അവിടെ ഞാൻ നിൽക്കുന്നില്ല. പകരം ദളിതൻ എന്നുള്ള മണ്ഡലം അല്ലാത്തൊരു സ്ഥലത്ത്, ഞാൻ റിസർവേഷൻ ഇല്ലാത്ത സ്ഥലത്ത് നിൽക്കുക, അപ്പൊ ദളിതൻ എന്നുള്ള സ്ഥലത്ത് ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ അവരൊക്കെ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ വർഷങ്ങളായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ നിൽക്കുകയല്ലേ. ഈ ദളിതൻ എന്നുള്ള ചായയിലെങ്കിലും കയറിയാൽ മതി എന്നുള്ള മനസ്സിൽ അതായിരിക്കും. അങ്ങനെയെങ്കിലും എനിക്ക് സീറ്റ് കിട്ടിയാൽ മതി എന്നായിരിക്കും. ഇതൊക്കെ എടുത്ത് കളയണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞതാ, ഇതൊന്നും നടക്കാൻ വഴിയില്ല. വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അബുദാബിയിൽ നിന്നൊരു പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ, പറഞ്ഞു. കേൾക്കാമോ? കേൾക്കാം. ശ്രീകുമാർ നാട്ടിൽ എവിടെയാണ് വീടൊക്കെ ഉള്ളത്? എന്റെ വീട് ഓതറ എന്ന് പറയും സ്ഥലം ചെങ്ങന്നൂരിനടുത്താണ്. അപ്പോൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന് ഇങ്ങനെ ഒരു അവഗണന ഉണ്ടായി എന്നൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. ഇതൊക്കെ പ്രവാസികളായ ആളുകൾക്കിടയിൽ ചർച്ചയാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അബുദാബിയിൽ നിന്ന് ശ്രീകുമാറൊക്കെ വിളിച്ചപ്പോൾ ആളുകൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ എങ്ങനെയാണ് ആളുകൾ ഇതിനോട് പ്രതികരിക്കുന്നത് ശ്രീകുമാർ? ഇല്ല, പൊതുവായിട്ട് ഒരു ഒറ്റ വരിയിലൊരു ചോദ്യം അല്ലെങ്കിൽ അത് ഒരു ഉത്തരം. ഇത്രയും അനുഭവ സമ്പത്തുള്ള 40 വർഷമായി MP ആയിരിക്കുന്ന ഇദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഒന്നുകില് പ്രതിപക്ഷ നേതാവായിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാത്തത്?
ഇപ്പം ഈ പറയുന്ന സാഹചര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിന് അതിനുള്ള എല്ലാവിധ അർഹതയും ഉണ്ടല്ലോ. അവനവന്റെ വീട്ടിൽ ചെയ്യേണ്ട കാര്യം അവനവൻ ചെയ്തിട്ട് വേണ്ടേ അപ്പുറത്തുള്ളവന്റെ കാര്യം ചോദിക്കാൻ. അതാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെ വ്യക്തമാണ്. ഏതായാലും പാർട്ടിക്കകത്തുനിന്ന് ഇത്രയും മുതിർന്ന ആൾക്കൊരു പരിഗണന കിട്ടിയിട്ടില്ല, അത് ആദ്യം പരിഹരിക്കട്ടെ എന്നാണ് ശ്രീകുമാർ അബുദാബിയിൽ നിന്ന് ആ വിഷയത്തെ നോക്കിക്കാണുന്നു. ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ വടകരയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണന് എന്തു തോന്നുന്നു? കൊടിക്കുന്നിൽ സുരേഷിന് ഒരു പ്രോട്ടേം സ്പീക്കർ സ്ഥാനം കൊടുക്കാമായിരുന്നില്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ആദ്യമായി അബുദാബിയിൽ നിന്ന് വിളിച്ച ആ പ്രേക്ഷകന് എന്റെ അഭിനന്ദനങ്ങൾ. എനിക്കും അതാ സാർ പറയാനുള്ളത്. കേരളത്തിലെ KPCC പ്രസിഡന്റ് നിയമിച്ചപ്പോൾ ഈ കൊടിക്കുന്നിൽ പറഞ്ഞു എനിക്ക് അർഹതമായ സ്ഥാനം കിട്ടിയില്ല. അതെന്തുകൊണ്ടാണ് അവർ കൊടുക്കാതിരുന്നത്? താണജാതിക്കാരനായതാണ്ടാണ്. അല്ല, അദ്ദേഹം വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പൊ വർക്കിംഗ് പ്രസിഡന്റുകൾ കൂട്ടത്തിൽ അവര് സുധാകരനെ പരിഗണിച്ചു എന്നല്ലേ അന്ന് പറഞ്ഞു? റൈറ്റ്. എന്നാൽ ശ്രീകുമാർ സാർ പറഞ്ഞത് തന്നെ ഞാൻ പറയുന്നു. ഇപ്പം പ്രതിപക്ഷ നേതാവാക്കാൻ സാധ്യത ഉണ്ടല്ലോ. 40 വർഷത്തെ രാഹുൽ ഗാന്ധിക്ക് അത്രയൊന്നും പാർലമെന്ററി പരിചയമില്ല. ആകട്ടെ ഇവര്. പിന്നെ താണജാതിക്കാരനെ എവിടെയൊക്കെ ഇരുത്തണം, ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഇരുത്തണം, ഏതൊക്കെ പൊസിഷനിൽ ഇരുത്തണം എന്നൊക്കെ NDA ഗവൺമെന്റിന്റെയും BJPയെയും ആരും പഠിപ്പിക്കണ്ട. പിന്നെ കോൺഗ്രസിന് ഇപ്പം പല പ്രേക്ഷകരും പറയുന്നിട്ട് ജനാധിപത്യം ആകെ തകർന്നു. പാർലമെന്റിൽ ജനാധിപത്യം തകർന്നത് കൊണ്ടാണ് അപൂർവാധിക ശക്തിയിൽ ജനങ്ങൾ പിന്തുണ കൊടുക്കുന്നത്. പിന്നെ NDA മുന്നണി പ്രതിപക്ഷം വന്നു. അത് 99 ഉണ്ടാവൂല സാർ, അതിന് താഴോട്ട ഉണ്ടാവും. NDA എന്ന് പറഞ്ഞാൽ 28 കക്ഷികൾ 233 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ വിശ്വാസ വോട്ടെടുപ്പ് കഴിയുമ്പോൾ സാറിനറിയാം. അതുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷ് അത്ര മാന്യനൊന്നും ആവണ്ട. അദ്ദേഹം സ്വന്തം പ്രസ്ഥാനത്തിന് തന്നെ പാരവെച്ചതാ KPCC പ്രസിഡന്റ് സുധാകരനാക്കിയപ്പോ. അതുകൊണ്ട് 40 വർഷ പാരമ്പര്യം അങ്ങനെ ഉണ്ടെങ്കിൽ കോൺഗ്രസിന് തോന്നുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ MPമാർ ഒറ്റ സ്വരത്ത് പറയട്ടെ ഇദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കാൻ. അങ്ങനെയാണ് താണജാതിക്കാരനെ മേലോട്ട് കൊണ്ടുവന്ന് മനസ്സിലാക്കാൻ രാജ്യത്ത് ഒരു മെസ്സേജ് കൊടുക്കേണ്ടത്. അല്ല, ശ്രീ ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് കോൺഗ്രസിനേക്കാൾ നല്ല രീതിയിൽ അത് ചെയ്യുന്നത് BJP ആണെന്നാണല്ലോ. അപ്പൊ BJPയുടെ ഭാഗത്തുനിന്ന് ഒരു മാതൃകാപരമായ ഒരു നീക്കം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായേനെ ബാലകൃഷ്ണൻ. അല്ല, അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സുകാരനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കണമെന്ന് അറിയില്ലേ വരുന്ന ആളാ? അതൊന്നും നടക്കില്ല സാർ. NDA ഒരു തത്വനിഷ്ഠതയുണ്ട്, അതിനനുസരിച്ചേ നീങ്ങും. അതിനാര് ജനാധിപത്യ വിരുദ്ധമെന്നോ എന്ത് വിളിച്ചാലും അതിന് ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല. അത് നേരിടാൻ തയ്യാറാണ്. ഏതായാലും ഈ പ്രോട്ടോം സ്പീക്കറുടെ അധികാരപരിധികൾ വളരെ പരിമിതമാണ്. അദ്ദേഹത്തിന് അടുത്ത നടപടിക്രമങ്ങൾ നടത്തി. അല്ല, അത് തന്നെയാണ് സാർ പറയുന്നത്. കോൺഗ്രസ് അത് ഒരു നീണ്ട കാലയളവിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് കാലയളവിലോ അത് കിട്ടിയിരുന്നെങ്കിൽ ഇവരെ അനങ്ങൂല. ഇതൊരു കുറഞ്ഞ കാലത്തേക്കുള്ള അപ്പോൾ നമുക്കൊരു മുതലെടുപ്പ് നടത്താൻ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ. അതൊന്നും നടക്കൂല സാർ. ഇന്ത്യ രാജ്യത്ത് കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കോൺഗ്രസിന്റെ ജിഹാദി മുന്നണി കൂട്ടുകെട്ട് നടക്കൂല. പോപ്പുലർ ഫണ്ട് കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ കച്ച് പിടിക്കില്ല സാർ. പക്ഷെ അവര് ഇത്തവണ വോട്ടൊക്കെ കൂടുതൽ വാങ്ങിച്ചു കേട്ടോ. നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം സാർ. അത് നല്ലതാണ് സാർ. അത് ഞങ്ങൾക്കൊന്ന് പിറകോട്ട് നോക്കാനാണ്. അതവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അവർ ഈ പ്രാവശ്യം പ്രതിപക്ഷ നേതൃസ്ഥാനം മേടിച്ചതിൽ കോൺഗ്രസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ മറ്റൊരു കാര്യം, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാൻ നോക്കണ്ട. ഇത് RSS നയിക്കുന്ന പ്രസ്ഥാനമാണ് സാർ രാജ്യം ഭരിക്കുന്നത്. ഒരു ഭയവുമില്ല. ഞങ്ങൾ ജനങ്ങളോട് ചെയ്ത കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു വോട്ട് പഠിക്കും. ഏതായാലും വളരെ വ്യക്തമാണ്. ഏതായാലും RSSന്റെ സഹായം ആവശ്യമില്ല എന്ന് BJP അധ്യക്ഷൻ തന്നെ ഇപ്പൊ പറഞ്ഞു. സംഘടന കുറെ കൂടി ശക്തിപ്പെട്ടു എന്ന് അദ്ദേഹം ഏത് അർത്ഥത്തിലാണെന്ന് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. ഏതായാലും വളരെ നന്ദി ശ്രീ ബാലകൃഷ്ണൻ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തതിന്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ് ആർട്ടിക്കിൾ 95(1) പ്രകാരം ഈ ഉത്തരവ് നടപ്പിലാക്കിയിരിക്കുന്നത്. ബാലചന്ദ്രൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ബാലചന്ദ്രൻ, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? പരവൂരാണ് സാർ. പരവൂർ. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതെ, എനിക്ക് ആ ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായത്. ശ്രീ ബാലചന്ദ്രന് ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണാൻ ആഗ്രഹിക്കുന്നത്? ഇത് സ്പീക്കർ പാനലിൽ ആൾറെഡി പേരുള്ള വ്യക്തിയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ്. അല്ല, അത് അദ്ദേഹത്തെ സഹായിക്കുന്ന ഒരു സമിതി ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. പ്രോട്ടോം സ്പീക്കറെ സഹായിക്കുന്ന ഒരു സമിതി. അതിൽ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്, TR ബാലു ഉണ്ട്, അങ്ങനെ ഉള്ള നേതാക്കളൊക്കെ ഉണ്ട്. സുദീപ് ബന്ദോപാധ്യായ ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ്. ഇതിനു മുമ്പ് തന്നെ സഭ കൺട്രോൾ ചെയ്യാനുള്ള പാനലില് കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ഭാഷാ പ്രശ്നം കാരണം സഭയിൽ എന്തോ പ്രശ്നം ഉണ്ടാവുകയും ഒരു ചർച്ചാ വിഷയമായതുകൊണ്ട് തൽക്കാലം എനിക്ക് പൂർണ്ണമായിട്ട് അത് അറിയില്ല. പക്ഷെ ഞാനത് കേട്ട കാര്യമാണ്. ഭാഷാ പ്രശ്നമുണ്ട്. സഭയിൽ ഉയർന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ സഭ നിയന്ത്രിച്ചു എന്നുള്ളൊരു
പരാതി പുള്ളിക്കാരന്റെ പേരിലുണ്ട്. ഏതായാലും അത് എൻ്റെ ശ്രദ്ധയിലില്ല. ഏതായാലും വളരെ നന്ദി ശ്രീ ബാലചന്ദ്രൻ. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, നമുക്കത് എന്തായാലും പരിശോധിക്കാം. വളരെ നന്ദി അവിടുന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. അനിൽകുമാർ എന്നൊരു പ്രേക്ഷകൻ ഹൈദരാബാദിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത്. അനിൽകുമാർ, ഈ ഹൈദരാബാദ് എവിടെയാണ് അനിൽകുമാർ ജോലി ചെയ്യുന്നത്? അനിൽകുമാർ കേൾക്കാമോ? അനിൽകുമാറുമായുള്ള ടെലിഫോൺ ബന്ധത്തിന് എന്തോ പ്രശ്നമുണ്ട്. രാജൻ എന്നൊരു പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന് ചേരുന്നു. ശ്രീ രാജൻ, കുറെ കാലമായി തോന്നുന്നു നമ്മൾ സംസാരിച്ചിട്ടല്ലേ? അതെ അതെ, സാറ് അവധിക്കൊക്കെ പോയിരിക്കുകയായിരുന്നു. ഏതായാലും ഞങ്ങളാ ഫേമസ് ആക്കിയ സാറിനെ, സുരേന്ദ്രനെ, ഞാന്, പിന്നെ തിരുവനന്തപുരത്തുള്ള പുള്ളിയുടെ പേര് പോയി, ഞങ്ങൾ 2-3 പേരാ സാറിനെ ഫേമസ് ആക്കിയത്. എന്നിട്ട് ഇപ്പം പെണ്ണുങ്ങൾ വരെയൊക്കെ, സ്ത്രീകൾ വരെയൊക്കെ വിളിച്ചു തുടങ്ങി. ഏതായാലും നമ്പറൊന്നും ആർക്കും കൊടുക്കരുത്, കല്യാണമല്ലിനൊക്കെ വരുന്നിരിക്കും ചിലപ്പം. അല്ല, എനിക്ക് 10-22 വയസ്സായ ഒരു മകളുണ്ട്. മകളുടെ വിവാഹാലോചനയെ കുറിച്ചാണ് കുടുംബം ചിന്തിക്കുന്നത്. എന്നാലും ആൾക്കാർ വീണ്ടും ചിലപ്പോ പ്രപ്പോസൽ ചെയ്തെന്നിരിക്കും. അതുകൊണ്ട് ഇനിയും സാറ് കേട്ടോ, ഞാൻ ഒരു 85 മുതൽ ഈ കൊടിക്കുന്നിൽ സുരേഷിനെ അറിയാം. എനിക്ക് അവരുടെ വീടൊക്കെ അറിയാം. ഞാൻ കൊല്ലക്കാരനായിരുന്നല്ലോ. വളരെ ഒരു പൈസ ഇല്ലാതിരുന്ന ആളാ. ഇപ്പൊ കോടിക്കണക്കിന് രൂപയാ ഉള്ളത്. ഈ പറഞ്ഞ എഴുതി കൊടുത്തതൊന്നും അല്ല അതിന്റെ സ്വത്ത്, ഭയങ്കര സ്വത്തുള്ളതാണ്. അതൊക്കെ അല്ലല്ല, അതൊന്നും അല്ല സാറേ, അതൊക്കെ വെറുതെ മനുഷ്യരെ പൊടിയിടാൻ വേണ്ടിയല്ലേ. അതുപോലെ തന്നെ 8 പ്രാവശ്യം പിന്നെ MP ആയിട്ട് പിന്നെ അവിടെ പോയിട്ട് എന്ത് ഗുണമാ കേരളത്തിൽ ചെയ്തത് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മോഡി ഗവൺമെന്റ് ട്രൈബൽസിനൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്, സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ടത് കൊടുത്തിട്ടുണ്ട്. 25ഓളം ട്രൈബൽസ് ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരായില്ലേ. എന്തിനാ പിന്നെ ഇങ്ങനെ കൂടെ വലിച്ചു കയറ്റി അവിടെ വെക്കുന്നത്? ഇങ്ങനെയൊക്കെ പോയി വീട്ടിൽ ഇരിക്കാൻ പറ. ഇയാളെ രമേശ് ചെന്നിത്തല, KK പിന്നെ എന്തോ ജോസഫോ ഏതാണ്ട്. ശ്രീ രാജൻ, അവരെയൊക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തല്ലേ, നമ്മളിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? അവരെ അടിച്ചേൽപ്പിക്കുകയല്ലേ സാറേ ഇവര്. എത്രയോ പിള്ളേര് പോസ്റ്റർ ഒട്ടിക്കാനും പിന്നെ എന്തോന്ന് കൊടി പിടിക്കാനും അടി വാങ്ങിക്കാനും നടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം സാറിന്. എത്രയോ കഷ്ടം പാവം പിടിച്ച ആൾക്കാർ, പഠിത്തമുള്ള ആൾക്കാർ നടക്കുന്നു. ഇവരൊക്കെ വീട്ടിൽ പോയിരുന്നോടെ 8 പ്രാവശ്യം ജയിച്ചിട്ട് എന്ത് മാങ്ങാത്തലി ഉണ്ടാക്കിയത് കേരളത്തിൽ. ശ്രീരാജൻ, സമയം അതിക്രമിച്ചുകൊണ്ടാണ്. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പറയുകയും പങ്കുവയ്ക്കുകയും ചെയ്തതിന്. കുറേ ദിവസങ്ങൾക്ക് ശേഷം താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞതിലും സന്തോഷം. ഏതായാലും ഈ വിഷയം ഞങ്ങൾ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ചയ്ക്ക് വെച്ചു. കൊടിക്കുന്നിൽ സുരേഷിനോട് നീതി നിഷേധം ഉണ്ടായോ എന്നായിരുന്നു ഞങ്ങൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതിൽ 65% ആളുകളും കൊടിക്കുന്നിൽ സുരേഷിന് നീതി നിഷേധിക്കപ്പെട്ടു എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം 35% ആളുകൾ അതിൽ നീതി നിഷേധം ഒന്നും ഇല്ല എന്ന നിലപാടും വ്യക്തമാക്കുന്നു. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഈ ക്ഷേമാന്വേഷണങ്ങൾ നടത്തിയ എല്ലാ പ്രേക്ഷകർക്കും ആശംസകൾ അറിയിക്കുന്നു. നാളെ വീണ്ടും പൊതുവേദിയിൽ കണ്ടുമുട്ടാം.